അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ BEP ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ്. അതാണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. ലിവറേജും BEPയും, അതായത് ലിവറേജും BEPയും തമ്മിലുള്ള എന്തെന്നാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പം ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചു റിസ്ക് ആണ് ലിവറേജ്. അതായത് ബിസിനസ് റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്. ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പം അതായത് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള റെന്റ് അതുപോലത്തെ കാര്യങ്ങൾ, ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫിക്സ്ഡ് കോസ്റ്റ്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി വരുന്ന ഫിക്സ്ഡ് കോസ്റ്റ്, അതായത് ഇൻട്രസ്റ്റ്, അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അതായത് അതുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്കിനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പം ആ ലിവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഇനി ആ ലിവറേജും BEPയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ലിവറേജ്, എ ഫേം വിത്ത് ഹൈ ലിവറേജ് ആസ് ഹയർ BEP, നമ്മൾ മുകളിൽ കണ്ടതാണ് ഓൾറെഡി. അതായത് ഹൈ ലിവറേജ് ഉണ്ടെങ്കിൽ ഹയർ BEP ഉണ്ടാവും. ഹൈ ലിവറേജ് എങ്ങനെ വരുന്നത്, ഇപ്പം നമ്മൾ കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് EBIT. ഇപ്പം ഇതൊരു 100, ഇതൊരു 50, EBIT 50. അപ്പോൾ നമ്മുടെ ലിവറേജ് എത്ര വരിക, കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ഈ EBIT ഡിനോമിനേറ്റർ കുറയുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഈ കേസിൽ നമുക്ക് കിട്ടുക 100/50 ഈസ് ഈക്വൽ ടു 2 എന്നാണ് കിട്ടുക. ഇനിയിപ്പം ഇത് കുറയാണ്, 40 ആവുകയാണ്, അല്ലെങ്കിൽ 25 ആവുകയാണെന്ന് വിചാരിച്ചോളൂ. 100/25 ഇസ് ഈക്വൽ ടു 4. ഇത് 25, ഇത് അപ്പം ഇത് 25 ആവുക എന്ന് പറയുമ്പം, അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് 75 ആയിരിക്കും, കോൺട്രിബ്യൂഷൻ 100 തന്നെ. അപ്പോൾ കണ്ടോ, ഫിക്സ്ഡ് കോസ്റ്റ് കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഈ ലിവറേജ് കൂടുക. ലിവറേജ് കൂടുന്ന കണ്ടോ, 75 ആയപ്പോൾ ഇപ്പം 102 4 ആയിട്ട് മാറി. അപ്പം ഈ ഫിക്സ്ഡ് കോസ്റ്റ് കൂടുമ്പോഴാണ് നമ്മുടെ ഈ ലിവറേജ് കൂടുക. അപ്പം ഈ ലിവറേജ് കൂടുമ്പം നമുക്ക് ഹയർ BEP എന്ന് പറയുന്നത്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് കൂടുകയാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് റിക്കവർ ചെയ്യാനുള്ള നമ്മുടെ കോൺട്രിബ്യൂഷനും കുറച്ചുകൂടി വേണ്ടി വരില്ലേ. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് കൂടിയാൽ അത്രയും കൂടി നമുക്ക് കോസ്റ്റ് കവർ ചെയ്യാനുള്ള ഇൻകം നമുക്ക് വേണം. അപ്പം ആ സിറ്റുവേഷൻസിൽ BEP കൂടുക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് കൂടുക എന്ന് തന്നെയാണ്. അപ്പം ഫിക്സ്ഡ് കോസ്റ്റ് കൂടുതലായിരിക്കും, അതായത് ഹൈ ലിവറേജ് ഉള്ള ഫേമിൽ ഫിക്സ്ഡ് കോസ്റ്റ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ BEPയും കൂടുതലായിരിക്കും. ഫിക്സ്ഡ് കോസ്റ്റും BEPയും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. അപ്പം നമ്മൾ നേരെ തിരിച്ച് ഫേം വിത്ത് ലോവർ ലിവറേജ് ആണെങ്കിൽ ലോവർ BEP ആയിരിക്കും. അതായത് ഈ കേസിൽ 50 ആകുമ്പോൾ ലോവർ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്, അപ്പം ലോവർ BEPയും ആണ്. ഫിക്സ്ഡ് കോസ്റ്റും കുറവാണ്, ലോവർ BEPയും ആണ്. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ കാരണം എന്ന് പറയുന്നത്. അത് നമ്മൾ നോക്കി. ഹൈ ഫിക്സ്ഡ് കോസ്റ്റ് ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, അതും നമ്മൾ കണ്ടു. ലോവർ ഫിക്സ്ഡ് കോസ്റ്റ് ലോവർ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, അതും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞതാണ്. ഈ മാർജിൻ ഓഫ് സേഫ്റ്റിനെ കുറിച്ച് നിങ്ങൾ കോസ്റ്റിങ്ങിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്തിനാ യൂസ് ചെയ്യുന്നത് നോക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിൻ ഓഫ് സേഫ്റ്റി ആൻഡ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അതായത് ഇവിടെ നമ്മൾ
ജസ്റ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണെന്ന് വെച്ചാൽ നേരെ അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പം ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കോസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പം നമ്മുടെ BEP സെയിൽസ്, അതായത് BEP സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് റിക്കവർ ആവാൻ വേണ്ട നമുക്ക് സെയിൽസ്, അത്രയും സെയിൽ ചെയ്താലാണ് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റിനുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടുക. അത്രയും ലെവലിലുള്ള സെയിൽസ്, അതായത് ഇപ്പോൾ ഒരു 10 lakh ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പം 15 lakhs ആണ്. 15 lakhs ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ്. അതിൽ 10 lakh സെയിൽസ് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് റിക്കവർ ചെയ്യാനുള്ള സെയിൽസ് ആണ്. അതായത് അതിൽ നിന്ന് വരുന്ന കോൺട്രിബ്യൂഷൻ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് റിക്കവർ ചെയ്യാനാണ് യൂസ് ചെയ്യുക. അപ്പം ഇനി ബാക്കിയുള്ള 5 ലക്ഷമോ, ബാക്കിയുള്ള 5 ലക്ഷം സെയിൽസ് അല്ലേ, അതായത് ഈ ബാക്കിയുള്ള 5 ലക്ഷം സെയിൽസ് ആണ് നമ്മുടെ ഈ 5 ലക്ഷം സെയിൽസിന്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും നമ്മുടെ EBIT എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും നമ്മുടെ EBIT എന്ന് പറയുന്നത്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് റിക്കവർ ചെയ്യാനുള്ളത് ഇവിടെ റിക്കവർ ചെയ്തു. ഇനി ബാക്കിയുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കോസ്റ്റിംഗ് പഠിക്കേണ്ടത്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇതാ ഇവിടെ ഉണ്ട്. കോൺട്രിബ്യൂഷൻ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് നോക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്കൊരു 5 lakh വരുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ വരുന്നത് നമുക്ക് ഒരു 7,50,000 ആണ് വരുന്നത്. അതായത് ഇപ്പം നമ്മുടെ 50% ആണ് കോൺട്രിബ്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, കോൺട്രിബ്യൂഷൻ ഇസിക്കൽ ടു 50%. സോ നമുക്ക് 7,50,000 ആണ് അത് കോൺട്രിബ്യൂഷൻ ആയിട്ട് വരിക. ടോട്ടൽ 15 lakh ഇൻറ്റു 7,50,000. ഈ 7,50,000 അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 7,50,000 ഈ ഫിക്സ്ഡ് കോസ്റ്റ് റിക്കവർ ചെയ്യാനുള്ള 5 lakhs അല്ലേ, അപ്പം ആ 5 lakhs ആണ് ഇവിടെ വരിക. അതായത് BEP സെയിൽസിലാണ് നമ്മൾ ഈ 5 lakhs കണ്ടെത്തുക. ഇനി അതിനുശേഷം ലെസ് ഫിക്സ്ഡ് കോസ്റ്റ്, ഇനി അതിനുശേഷം ബാക്കിയുള്ളതുണ്ടല്ലോ 2,50,000. ഈ 2,50,000 എന്ന് പറയുന്നത് EBIT ആണ്. അതായത് ഈ EBIT നമ്മുടെ MOS സെയിൽസ്, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് എന്നാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നത്. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് എന്നാണ്. ഒന്നുമില്ല, BEP സെയിൽസ് കഴിഞ്ഞിട്ടുള്ള സെയിൽസിനാണ് മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ 5 lakh ആണ്. അപ്പം ഇവിടെ ടോട്ടൽ സെയിൽ 5 lakh ആണ്. 5 lakhന്റെ 50% 2,50,000 ആണ് നമ്മുടെ ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ആ 2,50,000 ആണ് ഇവിടെ നമ്മുടെ EBIT വരുന്നത് കേട്ടോ. അപ്പം ഈ 5 lakh ഫിക്സ്ഡ് കോസ്റ്റ് റിക്കവർ ചെയ്യാൻ നമ്മൾ BEP സെയിൽസ് എടുത്തു. അതിൻ്റെ ബാക്കിയുള്ളതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ്. ആ മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് നമുക്ക് കിട്ടിയ കോൺട്രിബ്യൂഷൻ ആയിരിക്കും നമ്മളെ EBIT എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. അപ്പം നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മാർജിൻ ഓഫ് സേഫ്റ്റി is equal to
കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അതായത് ഇത് നമ്മൾ ഈ കേസ് നോക്കുകയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 7,50,000 ആണ്. 7,50,000 എന്ന് നമ്മൾ 5 lakh കുറച്ചാൽ 2,50,000 കിട്ടും. ഈ 2,50,000 ആണ് നമ്മുടെ മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ അത് എം ഒ എസിൻ്റെ നമ്മുടെ പെർസെൻറ്റേജ് കിട്ടും. അതായത് കോൺട്രിബ്യൂഷൻ ടോട്ടൽ 7,50,000 ആണ്. അപ്പോൾ 7,50,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ ഈ കോൺട്രിബ്യൂഷനിൽ എത്ര പെർസെൻറ്റേജ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി, അതാണ് നമ്മൾ ഈ മാർജിൻ ഓഫ് സേഫ്റ്റിൻ്റെ ഇക്വേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതാണ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. നമ്മൾ ഈ ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത് കേസിൽ 7,50,000 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷന് 5 lakh കുറച്ചു, അതായത് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചു. അപ്പോൾ 2,50,000 കിട്ടി. 2,50,000 ഡിവൈഡഡ് ബൈ 7,50,000 നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടുക 33.33% എന്ന് കിട്ടും. 33.33% ആണ് നമ്മുടെ മാർജിൻ ഓഫ് സേഫ്റ്റി. അതായത് ഈ കോൺട്രിബ്യൂഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഇൻറ്റു MOS അടിച്ചാൽ നമുക്ക് MOSൻ്റെ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ കോൺട്രിബ്യൂഷൻ കിട്ടും. അതിനാണ് ഈ ഇക്വേഷൻ. അതായത് ഈ കോൺട്രിബ്യൂഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് സെയിലിലേക്ക് അപ്ലൈ ചെയ്താൽ, സെയിലിൻ്റെ MOS ചെയ്താൽ നമുക്ക് MOS സെയിൽസ് കിട്ടും. അതെങ്ങനെ കിട്ടുക? ഇപ്പം ഈ കോൺട്രിബ്യൂഷനും സെയിൽസും നമ്മൾ ഈ റേഷ്യോസ് ഒക്കെ വരുമ്പം ഒരേപോലെ യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇതിപ്പം സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ്. അതായത് ഈ വേരിയബിൾ കോസ്റ്റ് ഒരു പെർസെൻറ്റേജിലായിരിക്കും എപ്പോഴും. അതായത് ഒരു 30% ആണെങ്കിൽ ഇതൊരു 100% ആണെങ്കിൽ ഇതൊരു 70% ആയിരിക്കും. അപ്പം ഇതെപ്പോഴും ഈ റേഷ്യോ ഫോളോ ചെയ്തുകൊണ്ടേക്കും. അതായത് ഈ 100 ആണെങ്കിൽ ഇത് 70 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു റേഷ്യോ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടിനും അപ്ലൈ ചെയ്താലും ഏതിലേക്കാണ് അപ്ലൈ ചെയ്തത് അതിൻ്റെ ഒരു ഐറ്റം കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ സെയിൽസിൻ്റെ MOS അടിച്ചാൽ MOS സെയിൽസ് കിട്ടും, കോൺട്രിബ്യൂഷൻ്റെ MOS അടിച്ചാൽ MOS കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക, അത് നമുക്ക് ആവശ്യം വരും. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഇതൊന്നും നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല. അത് ക്വസ്റ്റ്യനിൽ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ലിവറേജസിനെ കുറിച്ചാണ് നോക്കുന്നത്. ഇപ്പം ലിവറേജസിനെ കുറിച്ച് നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പം കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പം എന്താണ്? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. ഇതെന്താ സംഭവം? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ്, കോൺട്രിബ്യൂഷന് ഫിക്സ്ഡ് കോസ്റ്റ് കുറഞ്ഞത് എന്താ? അതാണ് നമ്മുടെ EBIT. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ EBIT ബൈ കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ MOS പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് EBIT ബൈ കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ MOS പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം MOS പെർസെൻറ്റേജ് കിട്ടിയാൽ
നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താ? കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ്. കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. നമ്മുടെ MOS പെർസെൻറ്റേജിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ EBIT ബൈ കോൺട്രിബ്യൂഷൻ. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇത് നേരെ തല മറിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടും. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുന്നത്. അതായത് 1/MOS പെർസെൻറ്റേജ് അടിക്കുക. അപ്പം 1/, ഒരു സംഖ്യനെ 1/, ആക്കിയാൽ നേരെ റിവേഴ്സലായിട്ടാണ് വരിക. അപ്പം ഈ MOS റിവേഴ്സലായിട്ട് വരുമ്പം കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആയിട്ട് കിട്ടും. അപ്പം MOS സെയിൽസ് തന്നാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാൻ എളുപ്പമാണ്. നേരെ 1/MOS പെർസെൻറ്റേജ് അടിച്ചാൽ മതി. അല്ലാതെ ക്വസ്റ്റ്യനിൽ തിരിച്ചും മറിച്ചും ഒക്കെ വരാം. അപ്പോൾ നമ്മൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്താണ് ഈ MOS സെയിൽസ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സെയിൽസിനെയാണ് MOS സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇല്ലസ്ട്രേഷൻ 1, question number 4. A company produces and sells 1,000 shirts. The selling price per shirt is 500. Variable cost is 200 per shirt and fixed cost is 25 lakhs. Calculate operating leverage if sales are up by 10%. Then compute the impact on EBIT. Company produces and sells 10,000 t-shirts. The selling price is 500. അപ്പം 500 ആണ് നമ്മുടെ സെയിൽ പ്രൈസ്. 500. വേരിയബിൾ കോസ്റ്റ് 200. അപ്പോൾ കോൺട്രിബ്യൂഷൻ 300. ഫിക്സ്ഡ് കോസ്റ്റ് 25 lakhs. ഓപ്പറേറ്റിംഗ് ലിവറേജ് ചോദിച്ചു. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വെരി സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റുന്നതാണ്. വൺസ് കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ വേഗം തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കോൺട്രിബ്യൂഷൻ 10,000 t-shirts ആണുള്ളത്. അപ്പം 10,000 × 300 30 lakhs വരും. 30 lakhs ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് 25 lakhs. EBIT 5 lakhs എന്ന് വരും. സോ അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇഫ് സെയിൽസ് ആർ അപ്പ് ബൈ 10%, then compute the impact on EBIT. അപ്പം നമ്മൾ സെയിൽ 10% ഗ്രോ ചെയ്യുകയാണെങ്കിൽ EBITൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജ് നമുക്ക് 6 തന്നിട്ടുണ്ട്. അപ്പോൾ നേരെ ഈ 6 എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിൽസ് 10% കൂടുകയാണെങ്കിൽ നമ്മുടെ EBIT 6 ടൈംസ് കൂടും. അതായത് 6 ടൈംസ് × 10, അതായത് 60% കൂടുമെന്നാണ് നമ്മുടെ മീനിങ് പറയുന്നത്. അതായത് 1% സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പം എത്ര ടൈംസ് ആണ് നമ്മുടെ EBIT ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 10% ഇൻക്രീസ് ചെയ്യുമ്പം ഇൻക്രീസ് ഇൻ EBIT ഈസ് ഈക്വൽ ടു increase in sales into operating leverage. അപ്പോൾ ഇൻക്രീസ് ഇൻ സെയിൽസ് 10% ആണ്. 10% × 6 ഈസ് ഈക്വൽ ടു 60%ൻ്റെ ഗ്രോത്ത് EBITയിലുണ്ടാകും. അതായത് 5 lakh into 60%, that is
3 lakhs എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയണമെങ്കിൽ ഇപ്പം നമ്മൾ ഇക്വേഷനിൽ പഠിച്ചു, ഒരു ഇക്വേഷൻ ഉണ്ട്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT divided by percentage change in sales ആണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ്. അപ്പം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT നമുക്കറിയില്ല, അത് നമുക്ക് ലെറ്റ് ഇറ്റ് ബി എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഇസ് ഈക്വൽ ടു 6. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എത്ര? 10%. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഇപ്പുറത്തേക്ക് വന്നാൽ 6 × 10% ഇസ് ഈക്വൽ ടു 60%. ഇങ്ങനെയാണ് ആ ഇക്വേഷനിലേക്ക്, അതായത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കോൺസെപ്ച്വലി നോക്കുകയാണെങ്കിൽ എത്ര ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് EBIT കണ്ടുപിടിക്കാം. സെയിൽസ് എത്ര ഇൻക്രീസ് ചെയ്യുന്നു അത് ഇൻറ്റു ഓപ്പറേറ്റിംഗ് ലിവറേജ് ചെയ്തു, അത് ആ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത് നമുക്ക് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ അപ്പോൾ നമ്മൾ സെയിൽസ് 10% കൂടി എന്ന് പറഞ്ഞു. സെയിൽസ് 10% കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോൺട്രിബ്യൂഷനും 10% കൂടും. അത് സെയിൽസ് 10% കൂടുമ്പോൾ അസ്യൂമിങ് നമ്മുടെ വേരിയബിൾ കോസ്റ്റും കൂടുമല്ലോ ഓട്ടോമാറ്റിക്കലി. സെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, സെയിൽസ് എന്ന് പറയുമ്പം ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് കൂടിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സെയിൽ പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 10% എന്ന് പറയുമ്പം അത് സെയിൽ പ്രൈസ് മാത്രമായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം നമ്മളെ വേരിയബിൾ കോസ്റ്റും അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടിക്കൊള്ളണമെന്നില്ല. അപ്പം ഇവിടെ കേസിൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതായത് വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും, കാരണം ക്വാണ്ടിറ്റി എത്രയാണോ സെയിൽ പ്രൈസ് മാറുന്നില്ല. അപ്പോൾ ആ കേസ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് പിന്നീട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറയുന്നത് 10% സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ സെയിൽസ് എത്രയാണ് നമുക്ക് നേരെ കോൺട്രിബ്യൂഷൻ തന്നെ ചെയ്യുക, കാരണം സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. അത് ഓൾറെഡി എപ്പം സെയിം ആയിട്ട് തന്നെയാണ് ഇരിക്കുക, ഒരേ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ തുടങ്ങാം. കോൺട്രിബ്യൂഷൻ ഇൻക്രീസ്ഡ് ബൈ 10%. കോൺട്രിബ്യൂഷൻ ഓൾറെഡി എത്ര ആയിരുന്നു? കോൺട്രിബ്യൂഷൻ 30 lakhs ആയിരുന്നു നമ്മുടെ കോൺട്രിബ്യൂഷൻ, ഇൻറ്റു 110% ഈക്വൽ ടു 33 lakhs ആയി നമ്മുടെ കോൺട്രിബ്യൂഷൻ, ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് 25 lakhs ആണ്, അതിൽ ഇൻക്രീസ് ഒന്നുമില്ല. അപ്പം സോ ഫിക്സ്ഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു, അല്ല ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് EBIT കിട്ടി. EBIT ഇസ് ഈക്വൽ ടു 8 lakhs എന്ന് വരും. അപ്പം ഓൾഡായിട്ട് 5 lakh ആയിരുന്നു മുന്നുണ്ടായിരുന്നത്, അത് 8 lakh ആയിട്ട് മാറി. അപ്പം 3 lakhs ചേഞ്ച് ഉണ്ടായി. $3 lakhs ആണ്. അപ്പം ഈ എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 3 lakh ആണെന്ന് കിട്ടി. നമ്മൾ 3 പേരൂടെ ചെയ്ത്, അപ്പോൾ 3 പേരും നിങ്ങളൊന്ന് നോക്കുക. 3 lakh എന്ന് പറയുമ്പോൾ 8 lakh മൈനസ് 5 lakh, ദാറ്റ്സ് 3 lakh. അപ്പം അതൊന്ന് നോക്കുക, ഒന്ന് മനസ്സിലാക്കുക. അപ്പം ഇനി നമുക്ക് അടുത്ത ഇല്ലസ്ട്രേഷനിലേക്ക് പോകാം. ഇല്ലസ്ട്രേഷൻ 2, കാൽക്കുലേറ്റ് ദ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫോർ ഈച്ച് ഓഫ് ദ 4 firms A, B, C and D ഫ്രം ദ ഫോളോയിങ് പ്രൈസ് ആൻഡ് കോസ്റ്റ് ഡാറ്റ. അതായത് താഴെ പറയുന്ന ഇതിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തണം എന്നാണ് പറയുന്നത്.
സെയിൽ പ്രൈസ് പെർ യൂണിറ്റ് 20 തന്നിട്ടുണ്ട്, 32, 50, 70. വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ്, ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. വാട്ട് കാൽക്കുലേഷൻസ് can you draw with respect to the levels of fixed cost and the degree of operating leverage result? Explain. Assume number of units sold is 5000. Operating leverage result. Explain. Assuming number of units sold is 5000. ഇത് റിപ്പീറ്റേഷൻ ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാനാണ് അവിടെ കാൽക്കുലേഷൻ ക്യാൻ യു ഡ്രോ. വിത്ത് റെസ്പെക്ട് ടു ലെവൽ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് റിസൾട്ട്സ്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് വെച്ചിട്ടും ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് റിസൾട്ട് വെച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് ലെവൽ വെച്ചിട്ട് DP സെയിൽസ് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാണെന്ന് കണ്ടെത്തി കൊടുക്കുക. ലെറ്റ് മീ ചെക്ക്. ഈ ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടെത്താനുള്ളത് ജസ്റ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തിയാൽ മതി. അതാണ് ഇവിടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് റിസൾട്ട്സ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻസ് എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇതിൽ ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ തന്നെ സ്വന്തം തന്നെ ഒന്ന് ചെയ്ത് നോക്കും. ഇപ്പം സെയിൽ പ്രൈസ് 20 ആണ്, 20 × 10,000 യൂണിറ്റ്സ് ആണ്, അല്ല സോറി 5000 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. $5,000 × 20 ചെയ്യാം. അതുപോലെ തന്നെ സെയിൽ എല്ലാത്തിനെയും 5,000 ചെയ്യുക. വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ ചെയ്യാം, നമ്മൾ ഇതുവരെ ചെയ്ത പോലെ ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും, ഇവിടെ നമുക്ക് EBIT കിട്ടും. എന്നിട്ട് EBIT കിട്ടിയിട്ട് ഈ CBITസിന് നമ്മൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT എന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആൻസേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7231 ആണ് വരിക. അപ്പോൾ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് റിലേഷൻഷിപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. അതായത് നമ്മൾ ഇതുവരെ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് നോക്കിയത്. അപ്പം ഇനി നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജിനെയും കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് നോക്കാം. അപ്പം നമുക്ക് ഈ ജസ്റ്റ് ലൈക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജിൽ നമുക്ക് വരുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അതിന് പകരം ഇവിടെ ഇൻട്രസ്റ്റ് ആകുന്നു എന്നുള്ളൊരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വേറെ ബാക്കിയൊക്കെ ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ EBIT തന്നിട്ടുണ്ട്. EBIT 2 lakh ഉണ്ട്. അതിൽ നിന്ന് 1 lakh ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ EBIT നമുക്ക് 1 lakh കിട്ടും. അപ്പം ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ EBIT ഡിവൈഡ് ബൈ EBIT ചെയ്തിട്ട് 2 times എന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞതാണ്, നമ്മൾ ഏതാണോ ഫിക്സ്ഡ് ആയിട്ടുള്ള ഫണ്ട് അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഡിഫറൻസ് കണ്ടെത്താനാണ്. അതായത് ഇത്
ഉള്ളത് കൊണ്ട് വരുന്ന ഈ ചേഞ്ച് കണ്ടെത്താനാണ് നമ്മൾ ഈ ലിവറേജസ് ചെയ്യുന്നത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ചേഞ്ച് കാണേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇപ്പം നമ്മളെ ഇൻട്രസ്റ്റ് വരുന്നത് EBITൻ്റെയും EBITൻ്റെയും ഇടയിലാണ്. അപ്പം EBITൻ്റെയും EBITൻ്റെയും ഇടയിൽ വരുമ്പം നമ്മൾ കോൺട്രിബ്യൂഷൻ്റെയും EBITൻ്റെ ഇടയിൽ വരുമ്പോൾ എന്താ ചെയ്തത്, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ചെയ്തു. അതായത് ഏതാണോ കൂടുതലുള്ളത്, അതായത് EBIT നിന്നാണ് നമ്മൾ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുക, അപ്പോഴാണ് നമുക്ക് EBIT കിട്ടുക. അപ്പം EBIT ഡിവൈഡഡ് ബൈ EBIT ചെയ്യുക, അപ്പം നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കിട്ടും. ഇഫ് ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ദെൻ ദർ ഈസ് നോ ഫിനാൻഷ്യൽ ലിവറേജ്. നമ്മൾ ഓൾറെഡി ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് ഇല്ല. നോൺ ഫിനാൻഷ്യൽ ലിവറേജ് മീൻസ് ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു 1. അതായത് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, ഇല്ലാത്ത കേസാണെങ്കിൽ ഇവിടെ 0 വരും, ഇവിടെ 2 lakh വരും. അപ്പം 2 lakh ഡിവൈഡ് ബൈ 2 lakh ഇസ് ഈക്വൽ ടു 1 അല്ലേ വരിക. അപ്പം ഇങ്ങനെയാണ് 1 ആയിരിക്കും എന്ന് പറയുന്നത്. വി ഓൾറെഡി നോ ദാറ്റ് ഫേം വിത്ത് ഡെപ്റ്റ് ഇൻ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് കോൾഡ് ലിവേർഡ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഡെപ്റ്റ് ഉള്ളതാണെങ്കിൽ ലിവേർഡ് ആയിട്ടുള്ള ഫേമാണ്, അതായത് കുറച്ചുകൂടി റിസ്കി. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ലിവറേജ് എന്നൊക്കെ പറയുന്നത് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് റിസ്കിനെ പറ്റിയാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് ലിവേർഡ് ഫേം ദർ ഈസ് എ ചാൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസ്ട്രെസ്. ഫിനാൻഷ്യൽ ഡിസ്ട്രെസ്സിനുള്ള ചാൻസ് ഉണ്ട്. ഇൻസഫിഷ്യൻറ്റ് EBIT ടു റീപേ ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതായത് ഫിനാൻഷ്യൽ ഡിസ്ട്രെസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ കയ്യിൽ ഫിനാൻസ് EBIT കുറവാണ്, അതായത് നമ്മുടെ പ്രോഫിറ്റ്സ് ഒരു 10 lakhs ആണ് നമ്മുടെ EBIT വരുന്നത്. ഈ EBITയിൽ നിന്ന് നമുക്ക് ഫിക്സ്ഡ് ഫണ്ട് ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള ഫിക്സ്ഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഇപ്പോൾ ഒരു 5 lakh നമ്മൾ അസ്യൂം ചെയ്യാം. സോ 5 lakh ഉണ്ട്, 5 lakh ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 5 lakh EBIT കിട്ടി. അതായത് ഇത്രയാണ് നമ്മുടെ ഏർണിങ്സ് വരിക. ഇനി നേരെ മറിച്ച് ഈ 5 lakhന് പകരം ഇവിടെ 15 lakhs ആയാൽ നമുക്ക് -5 lakh, അതായത് 5 lakh ലോസിലേക്ക് പോകും. ഇത് റീപേ ചെയ്യാൻ, ഇപ്പോൾ ഈ 5 lakh നമ്മൾ റീപേ ചെയ്യാൻ നമുക്ക് വേറെ ഫണ്ട്സ് കണ്ടെത്തേണ്ടി വരും. ഒന്നെങ്കിൽ അസറ്റ് സെയിൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ലോൺ എടുക്കുക, അങ്ങനത്തെ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക, അങ്ങനത്തെ, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചുകൂടി പീഴ് കൂട്ടി ചോദിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും. ഈ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കാതെ ഒഴിവാക്കാനുള്ള ഒരു രക്ഷയില്ല. അത് നമുക്ക് അതിനെ കൊണ്ടാണ് ലിവേർഡ് ഫേം എന്ന് പറയുന്നത് തന്നെ. അതായത് റിസ്ക്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ റിസ്ക് ഉണ്ടാവും. അപ്പോൾ ഈ റിസ്ക് ഉള്ളതിനെ കൊണ്ട് നമുക്ക് ഈ 15 lakhs എന്തായാലും കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഈ 15 lakhsന് നമ്മുടെ കയ്യിൽ ഓൾറെഡി 10 lakhs ഉള്ളൂ, ബാക്കി 5 lakhs നമ്മൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊടുക്കേണ്ടി വരും. അപ്പം ഈ സിറ്റുവേഷനാണ് ഫിനാൻഷ്യൽ ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് ഇൻ കേസ് ഓഫ് ലിവേർഡ് ഫേംസിൻ്റെ കേസിൽ ദർ ഈസ് എ ചാൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസ്ട്രെസ്, അതായത് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് ടു റീപേ ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഇത് തിയറി ആയിട്ട് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ടെക്സ്റ്റ് ഒന്ന് നോക്കുക, ഈ പാർട്സൊക്കെ. ഞാനും തിയറീസ് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ള ഒന്ന് ടെക്സ്റ്റ് വെച്ച് ഒന്ന് റെഫർ ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിനാൻഷ്യൽ ലിവറേജ് ആസ് ഡബിൾ എഡ്ജഡ് സ്വോർഡ്. ഡബിൾ എഡ്ജഡ് സ്വോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ എഡ്ജഡ് സ്വോർഡ് എന്ന് പറഞ്ഞാൽ അതായത് 2 തലയും മൂർച്ചുള്ള വാളാണ് ഡബിൾ എഡ്ജഡ് സ്വോർഡ്. ഇവിടെ അങ്ങനെ പിടിയുണ്ടാവും. എന്താണ് ഡബിൾ എഡ്ജഡ് സ്വോർഡ്? അതായത് 2 തലയും മൂർച്ചുള്ള
ഒരു വാൾ, അതിനാണ് ഡബിൾ എഡ്ജഡ് സോഡ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്തെങ്ങനെ പറയാൻ കാരണം, ഫിനാൻഷ്യൽ ലിവറേജ് ഒരു ഡബിൾ എഡ്ജഡ് സോഡാണെന്ന് പറയുന്ന കാരണം എന്താ? ഫിനാൻഷ്യൽ ലിവറേജിൽ നമുക്കറിയാം, ഇപ്പം റിട്ടേൺ ഓൺ ഇക്വിറ്റി ഗ്രേറ്റർ ദാൻ KD ആണെങ്കിൽ, അല്ല, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേറ്റർ ദാൻ KD ആണെങ്കിൽ പോസിറ്റീവ് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ റിട്ടേൺ EBIT ഓർ EBT, അല്ല, ഈ കേസിൽ നമ്മൾ EBIT ആണ് നോക്കുന്നത്. കാരണം ഡെപ്റ്റിൻ്റെ കേസും കൂടി വരുമ്പം എല്ലാവർക്കും കൂടിയുള്ള ഫണ്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു EBITയിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ EBIT നമ്മളുടേത് പോസിറ്റീവ് KDനേക്കാളിലും കൂടുതലെന്ന് പറയുമ്പോൾ ഇത് ഇൻട്രസ്റ്റ് ആണ്. KD എന്ന് പറയുമ്പം നമ്മളെ ബാങ്കിന് നമുക്ക് കൊടുക്കേണ്ട, ഇപ്പോൾ ഇത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതായത് നമ്മുടെ ഡെപ്റ്റ് ആയിട്ടുള്ള ലോണിന് നമുക്ക് ഇൻട്രസ്റ്റ് മസ്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് EBITനേക്കാളിലും കൂടുതൽ, ഇൻട്രസ്റ്റ് EBITനേക്കാളിലും കുറവാണെങ്കിൽ, അതായത് EBIT നമ്മുടെ കയ്യിൽ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടും ബാക്കി നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ കേസസിൽ നമുക്ക് പോസിറ്റീവ് ഓർ അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഈ ലോണിനെ കൊണ്ടുള്ളത്. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം 25% ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് KD 15% ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ 10% നമുക്കൊരു സർപ്ലസ് ആയിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അതായത് ഇപ്പം നമ്മുടെ റിട്ടേണ്, ഞാൻ ഫിഗേഴ്സ് വെച്ചിട്ട് കാണിക്കും. അപ്പം നമ്മുടെ EBIT ഒരു 2 lakhs ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് 1 lakh ഉള്ളൂ. ബാക്കി എത്ര? 1 lakh നമ്മുടെ കയ്യിലുണ്ട് EBT ആയിട്ട്. അപ്പം ഈ EBT നിന്ന് ടാക്സ് മൈനസ് ചെയ്യണം. അപ്പോൾ EBT നിന്ന് ടാക്സ് മൈനസ് ചെയ്താൽ ഇത് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. നമുക്ക് കൊടുക്കാം. അപ്പം ഇത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാന്ന് പറയുമ്പം അതെന്താ, ഇത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മാത്രം ഫണ്ടല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഡെപ്റ്റിന് നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഈ 2 lakh എന്ന് പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്കൊരു 20% ആണ് റിട്ടേൺ കിട്ടിയതെന്ന് വിചാരിച്ചോളൂ. ഇതൊരു 20% റിട്ടേൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻട്രസ്റ്റിന് പകരം ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. അതായത് EBIT തന്നെയാണ് നമ്മുടെ EBT എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ചിലപ്പോൾ 25%, 30% ഒക്കെ ഉണ്ടാവും. അപ്പം ഇവർ കുറച്ചുകൂടി ഹയർ നമ്മളെ കോസ്റ്റ്ലിയാണ്. അതായത് ഇക്വിറ്റി ഹോൾഡേഴ്സ് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. ഇനി നേരെ മറിച്ച് ഈ ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ അടുത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന അതേ ഫണ്ട് തന്നെ ഈ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അത് ചിലപ്പോൾ നമുക്ക് 5% കിട്ടില്ല, 8%, 9%, 10% ആ റേറ്റിൽ നമുക്ക് ലോണായിട്ട് കിട്ടും. അത് ഇത്ര ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോസ്റ്റ് വരുന്നത്. അതായത് നമ്മൾ ആ ഫിനാൻസ് എടുത്തതിനെ കൊണ്ട് ഇത്രയും കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് എടുത്തതിനെ കൊണ്ട് നമുക്കൊരു 1 lakh കോസ്റ്റ് വന്നു. അപ്പോൾ ഈ ബാക്കിയുള്ള EBT എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു ഷെയർ ഹോൾഡേഴ്സിന് ഇതും കൂടി കൊടുക്കാം. ശരിക്കും നമ്മൾ ഫുള്ളായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് യൂസ് ചെയ്യാതെ പുറത്തുനിന്ന് ഫണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ പ്രോഫിറ്റാണ്. അതായത് ഇപ്പം പുറത്തുനിന്ന് ഫണ്ട് യൂസ് ചെയ്തിട്ടെന്ന് പറയുമ്പം ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്ത് ആ ലോൺ നമ്മളെടുത്ത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഈ ബാങ്കുകാർക്ക് 10% ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ
20% നമുക്ക് റിട്ടേൺ കിട്ടി. ബാക്കി 10% എന്ന് പറയുന്നത് നമുക്കൊരു പ്രോഫിറ്റാണ്. അതായത് 10% നമുക്ക് അതിലൊരു പ്രോഫിറ്റ് ഉണ്ടായി. ഈ പ്രോഫിറ്റ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേണിലേക്ക് കൂട്ടിയിട്ട് അവർക്ക് അത്രയും കൂടി റിട്ടേൺ കൂടും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ആ കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് 10% സർപ്ലസ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് EPSൻ്റെ രൂപത്തിൽ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഈ ഇൻട്രസ്റ്റ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാകുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റിൻ്റെക്കാളും കൂടുതൽ, അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റിനേക്കാളും കുറവാണ് കോസ്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കുറച്ചുകൂടി സർപ്ലസ് കുറച്ചുകൂടിയും കിട്ടും. ഓക്കെ, ഇനി നേരെ മറിച്ച് ഇഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആൻഡ് KD റിട്ടേൺ ഓൺ ഇക്വിറ്റിയും KD നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി വെറും 10% കിട്ടിയിട്ടുള്ളൂ, KD നമുക്ക്, അതായത് കോസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് 50% ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ 5% നമുക്ക് എന്താണ്, ലോസ് ആണ്. ഈ ഡെഫിസിറ്റ് ടു ബി ബോൺ ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അതായത് EPS, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഈ 5% ലോസ് ബിയർ ചെയ്യണം. ഇവിടെ 10% പ്രോഫിറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് കിട്ടുന്നത്. അതായത് ഇപ്പം ഡബിൾ അടിച്ചിട്ട് സോൾഡ് എന്ന് പറയുമ്പം രണ്ട് വശങ്ങളും ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് ഉള്ള, അതായത് ഡെപ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് KDനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കുറച്ചുകൂടി ഫണ്ട് നമുക്ക്, അതായത് റിട്ടേൺ കുറച്ചുകൂടി നമുക്ക് കൊടുക്കാം. ഇനി നേരെ മറിച്ച് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് KDനേക്കാളും കുറവാണെങ്കിൽ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് KDനേക്കാളും കുറവാകുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എടുത്തിട്ട് നമ്മൾ ഈ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനും വരാം. ഇപ്പം രണ്ട് സിറ്റുവേഷനും കൂടി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം. അപ്പം അതിനെ കൊണ്ടാണ് ഇതിനെ ഡബിൾ എഡ്ജഡ് സ്വാഡ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോൺ എടുത്ത് അങ്ങനെ ലിവേർഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഡബിൾ എഡ്ജഡ് സ്വാഡായിട്ട്, അതായത് രണ്ട് വശവും നോക്കിയിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ആ റിസ്ക് അതിൽ ഉണ്ടാവും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. വെൻ ദ കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ഫണ്ട് ഈസ് ലെസ് ദാൻ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ ലിവറേജ് വിൽ ഹെൽപ്പ് ടു ഇൻക്രീസ് ദ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആൻഡ് EPS. നമ്മൾ കണ്ടു. The firm will also benefit from the saving of tax on interest on debt. അതായത് ഇൻട്രസ്റ്റ് നമുക്കൊരു ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഫേമിന് ടാക്സ് സേവിങ് കൂടി നമ്മൾ ലിവേർഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. However, when the cost of debt will be more than the return, it will affect the return of equity and EPS unfavorably, and as a result firm can be under financial distress. അതായത് ഫിനാൻഷ്യൽ ഡിസ്ട്രെസ്സിലായി മാറും ഫേം. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പോലും നമ്മളെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഫണ്ട് മറിച്ചിട്ട് നമ്മൾ അത് പേ ചെയ്യേണ്ടി വരും. Therefore financial leverage is also known as double edged sword. അതായത് രണ്ട് സിറ്റുവേഷൻസും വരാൻ ചാൻസ് ഉള്ളതിനെ കൊണ്ടാണ് നമ്മൾ ഡബിൾ എഡ്ജഡ് സ്വാഡ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് എഫക്റ്റ് ഓൺ EPS ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. EPSലും റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലും എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ. അതായത് ഓൾറെഡി നമ്മൾ മുകളിൽ പറഞ്ഞ തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻട്രസ്റ്റ് ഫേവറബിൾ അഡ്വാൻറ്റേജ് ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ദാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അൺഫേവറബിൾ ആണ്. അതായത് ഇൻട്രസ്റ്റ് നമ്മൾ കുറച്ചുകൂടി പേ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഫണ്ട് മറിച്ചിട്ട് പേ ചെയ്യേണ്ടി വരും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ആണെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അതായത് നെയ്തർ അഡ്വാൻറ്റേജ് നോർ ഡിസഡ്വാൻറ്റേജ്. ഇനി DFL, അതായത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ക്യാൻ നെവർ ബി ബിറ്റ്വീൻ 0 and 1. ഇറ്റ് ക്യാൻ ബി 0 or less it can be 0 or less, or it can be 1 or more. അതായത് 0 to 1 ഇടയിൽ ഫിനാൻഷ്യൽ ലിവറേജ് ഒരിക്കലും വരില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാ? ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ EBIT ഡിവൈഡ് ബൈ EBT അല്ലേ? EBT
ഇപ്പം നമ്മുടെ EBIT ഒരു 100 ആണ്. EBT എന്ന് പറയുന്നത് 50 ആണെങ്കിൽ 2 വരും. അപ്പോൾ ഇത് കുറഞ്ഞ് അത് കൂടുന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ 100/100 വരികയാണെങ്കിൽ എത്ര വരിക? 100/100 വരികയാണെങ്കിൽ 1 വരും. ഇനി 100/110 വരുമോ? 110 ഒരിക്കലും വരില്ല. കാരണം എന്താ വെച്ചാൽ ഇത് EBIT മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ് EBT എന്ന് പറയുന്നത്. അല്ല, EBIT മൈനസ് ഇൻട്രസ്റ്റ് ആണ് EBT എന്ന് പറയുന്നത്. ഇത് EBIT ആയിരിക്കും എപ്പോഴും വലുത്. മാക്സിമം പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഇൻട്രസ്റ്റും ഇല്ലെങ്കിലാണ് 100/100 വരിക. അതും 100/1 ആണ് വരിക. അപ്പം ഇതിൽ കൂടുക എന്നല്ലാതെ, അതായത് ഇതിൽ കുറയാന്നല്ലാതെ, 100ൽ കുറയാന്നല്ലാതെ ഇതിൽ കൂടൂല. അപ്പം അതിനെ കൊണ്ട് തന്നെ ഡിനോമിനേറ്റേഴ്സിൽ 0.5, 0.7 അങ്ങനെയൊന്ന് പറഞ്ഞ് 0 to 1 ഇടയിൽ വരില്ല. ഇനി 0 എങ്ങനെ വരിക? (100/0) എന്നാൽ ഇൻഫിനിറ്റി ആണ് വരിക. 0/0 എന്നാലാണ് 0 വരിക. അല്ലെങ്കിൽ 0/0 നെഗറ്റീവ് വരികയാണെങ്കിൽ, നെഗറ്റീവ് ഫിഗേഴ്സ് വരികയാണെങ്കിൽ അപ്പോഴും 0 വരും. അങ്ങനത്തെ കേസിലാണ് 0 വരിക. പിന്നെ ഒരു മൈനസ് ആണെങ്കിൽ 100/-100 ആണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് 200 ഉണ്ട്, നമ്മുടെ കയ്യിൽ EBIT 100 ഉള്ളെങ്കിൽ ആ കേസസിലാകുമ്പോൾ -100 വരുമല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ -1 വരും. അപ്പം 0, -1, -2 അങ്ങനെ പോവും. 1, 2 അങ്ങനെ പോവും. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ വരില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ലിവറേജ് ആസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ടോപ്പിക് തന്നെയാണ്. അതായത് യൂസിങ് മോർ ഡെപ്റ്റ് ഫണ്ട്സ് ദാൻ ഇക്വിറ്റി ഫണ്ട്സ് ടു ഏൺ മോർ പ്രോഫിറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഡെപ്റ്റിന് കുറച്ചുകൂടി ചീപ്പാണ്. ഡെപ്റ്റിന് 10% ഒക്കെ റിട്ടേൺ കൊടുത്താൽ മതി. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഫുൾ ഇക്വിറ്റി ആകുമ്പോൾ ഇക്വിറ്റിക്ക് കുറച്ച് എക്സ്പെക്റ്റഡ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് കുറച്ചുകൂടി റിട്ടേൺ കുറച്ചുകൂടി കൊടുക്കേണ്ടി വരും. അപ്പം നമ്മളെ ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് യൂസ് ചെയ്യുന്നതിന് പകരം ചീപ്പായിട്ടുള്ള ലോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് ആണ് ചെയ്യുക. അപ്പം അതിൽ നിന്ന് നമ്മൾ കോസ്റ്റ്, അതായത് ബാങ്കിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമ്മളെ ഒരു സേവിങ് ആണ്, അതായത് പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് നമ്മൾ ഈ ഇക്വിറ്റി ഹോൾഡേഴ്സിന് ഓൾറെഡി അവരുടെ ഫണ്ട് യൂസ് ചെയ്തിട്ടുള്ള റിട്ടേണിൻ്റെ കൂടെ ഈ റിട്ടേണും കൂടി കൊടുക്കുക. അതായത് നമ്മളിപ്പം ഇൻട്രസ്റ്റ്, ഇപ്പം ഡെപ്റ്റ് നമുക്ക് ഒരു 10 lakh ഉണ്ട്, ഇക്വിറ്റി നമുക്ക് 10 lakh ഉണ്ട്. ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത്, അപ്പോൾ അതിന് നമുക്ക് ഇയറിൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 2 lakh ആണെന്ന് വിചാരിച്ചോളൂ. ഈ 2 lakhൽ 1 lakh ശരിക്കും ആരുതാ? 1 lakh ഡെപ്റ്റ് ഹോൾഡേഴ്സിനുള്ളതാണ്. അതായത് 50% ഇക്വിറ്റി ഹോൾഡേഴ്സിനുള്ളതാണ് 1 lakh. അപ്പം ഈ ഡെപ്റ്റ് ഹോൾഡേഴ്സിനുള്ള 1 lakh ആണിത്. ഇപ്പോൾ